നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ കേരളത്തിലെ സുഹൃത്തുക്കളെ പറ്റി എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. അവരെൻ്റെ ചാനൽ അണ്ടറിൽ വന്നിട്ട് പല മോശമായിട്ട് പദപ്രയോഗം നടത്താറുണ്ടെങ്കിൽ പോലും എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. കാരണം സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ട് അവർ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. അതായത് UAE-യുടെ രാജാവും പിന്നെ ഇറാന്റെ രാജാവൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഒരു നിമിഷം ഒന്ന് ആശിച്ചു പോയി. അതായത് തിരിച്ചടിക്കുമോ എന്ന്. ഇപ്പം മധ്യപൂർവേഷ്യയിൽ ജീവിക്കുന്ന മലയാളികൾക്ക് അറിയാം നടക്കാൻ പോകുന്നില്ല, അടിക്കാൻ പോകുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഒരു തോന്നലുണ്ടായിപ്പോയി, എവിടുന്നോ ഒരു പ്രതീക്ഷ ഇസ്രായേലിലേക്ക് ഒരു കല്ലെങ്കിലും എടുത്തെറിയൂന്ന്. അതുണ്ടായില്ല. ഒരു ഒട്ടകത്തിന് ജീവൻ പോയി, അത് മാത്രമാണ് വെച്ചുണ്ടായത്. കൂട്ടം കൂടി മന്തി കഴിച്ചു, പിരിഞ്ഞു, അമ്പലപിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. എല്ലാവരും കൂട്ടം കൂടിയിട്ട് ഒന്നുമില്ല. UAE രാജാവ് പറഞ്ഞു, നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട, നമ്മൾ അപലപിക്കാം. അവരുടെ ഇസ്രായേലിന്റെ അംബാസിഡറെ വിളിച്ചു വരുത്തിയിട്ട് ശകാരിച്ചു എന്നാണ് പറയുന്നത്. ശകാരിക എന്ന് പറഞ്ഞാൽ മറ്റേ ശകാരിക്കലാണ് വിളിച്ചു വരുത്തിയിട്ട് ചെവിയിൽ ശകാരിച്ചു വിട്ടു. ഈ നോൺ മുസ്ലിംസ് ദേശമായിട്ടുള്ള ലോകം മുഴുവനുള്ള ഫ്രാൻസ് ആയാലും ബ്രിട്ടൻ ആയാലും ഓസ്ട്രേലിയ ആയാലും പിന്നെ പല പല ദേശങ്ങളും ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കാൻ തയ്യാറാകുമ്പോഴാണ് UAE-യിലാണ് ശരിക്കും പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ സാധിക്കും നമ്മളിൽ. അതായത് ടെല്ലവീവ് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രണ്ടാമത്തെ തലസ്ഥാനം ദുബായിയാണ്. നിങ്ങൾക്കറിയാമോ എത്ര ഫ്ലൈറ്റ് പോകുന്നുണ്ടെന്ന് അറിയാമോ? ടെല്ലവീവിലേക്ക്, കൊച്ചു രാജ്യമായിട്ടുള്ള ടെല്ലവീവിലേക്ക് ഒരു ദിവസം 9 ഫ്ലൈറ്റാണ് പോകുന്നത്. ദുബായിൽ നിന്ന് 64 ഫ്ലൈറ്റ് ഒരാഴ്ചയിൽ. കൊച്ചു രാജ്യമായിട്ടുള്ള ആരായി പോകുന്നേ? എന്തിനായി പോകുന്നേ? ജോർജ് സാറിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ പറയാം. മൂന്നാമത്തെ അവർ തലസ്ഥാനം മത്സരിക്കുകയാണ് ഇത് റിയാദ്. കാരണം ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയോടെ എണ്ണവില താഴോട്ട് പോയി. കാരണം സസ്തിയുടെ കൊടുക്കുന്നത്, സസ്ത വിലക്കാണ് ആര് കൊടുക്കുന്നത്? റഷ്യ കൊടുക്കുന്നത്. അതായത് ബാരലിന് 70 ആണെങ്കിൽ 55 50 കൊടുത്താൽ എങ്ങനെയാ മുതലാവുന്നേ? സൗദിക്ക് ഇങ്ങനെ മുതലാവുന്നു? പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ദേശങ്ങൾ. ഒരു യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ ലിബിയായി മാറുമെന്ന് അറിയാം, അല്ലെങ്കിൽ സിറിയയായി മാറുമെന്ന് ആർക്കറിയാം. നീതിമാനായ രാജാവാണ് ആര്? UAE-യിലെ ഭരണാധികാരി. അദ്ദേഹത്തിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിനെ പഠിക്കണം. നീതിമാനായ രാജാവ്. എനിക്ക് വളരെയധികം ബഹുമാനമുള്ള രാജാവാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു പണി കിട്ടേണ്ടത് ആവശ്യമായിരുന്നു ആർക്ക്? ഖത്തറിന്. കാരണം ഈ ഏരിയയിൽ കുളം കലക്കരുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അതൊക്കെ വിട്ടേക്ക്. പറഞ്ഞു വരുന്ന വെച്ചാൽ ഇസ്രായേലിൽ ഇൻവെസ്റ്റ്മെന്റ്, അറബികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അന്നും അതിനടിയിൽ ഒരുപാട് പേര് വന്ന് എന്നെ പൊങ്കാലയ്ക്ക് ഇട്ടു. വിശ്വസിച്ചില്ല. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? $10 ബില്യൺ ഷെയർ ആണ് UAE രാജാവിന്റെ കമ്പനികൾ വാങ്ങിച്ചു കൂട്ടിയത്. എന്തിനാണെന്നറിയോ? വല്ലോ എന്താ പറയുക, വെള്ളം ശുദ്ധീകരിക്കുന്ന, ഉപ്പുവെള്ളം ശുദ്ധീകരിക്കുന്ന കമ്പനിയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്ന വല്ലോ ബദാം ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഒന്നുമല്ല. ഡ്രോൺ മാനുഫാക്ചറിങ്, എയ്റോസ്പേസ്, അതായത് ഈ പറഞ്ഞ ആയുധപരമായിട്ടുള്ള കമ്പനികൾ, മാനുഫാക്ചറിങ്, ഡിഫൻസ് ഏരിയയിൽ ഉള്ള എഡ്ജ് എന്ന് പറയുന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആരെന്നറിയോ? $10 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആർക്കാ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ UAE ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് പണം മുടക്കി കാശുണ്ടാക്കാൻ നല്ല ബുദ്ധിയുള്ള ജൂതന് തല ഉണ്ടെന്ന് അറിയാം അവർക്കൂടെ. എല്ലാ ഏരിയയിലും, പെട്രോ കെമിക്കൽ ഏരിയയിൽ പോലും. ഈ പറയുന്ന അറബ് ദേശങ്ങളിലൊക്കെ സുരക്ഷ, അതായത് ഈ എല്ലാ രാജ്യങ്ങൾക്കും എന്ന് പറയുന്ന ഭരിക്കുന്ന സർക്കാരുകൾക്ക് സ്പൈ വർക്കിന് പെഗാസസ്, ഞാൻ മുമ്പ് പറഞ്ഞാണ്. നമ്മുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ മേരാ ഫോൺ ചോരി ഹോ ഗയാ, മേരാ ഫോൺ പെഗാസസ് ഡാലാ വയർ. ഇതൊക്കെ ആരുടെ ബുദ്ധിയാണ്? അറബ് ദേശങ്ങൾ, ഇന്തോനേഷ്യ മുതലുള്ള ഏത് മുസ്ലിം രാജ്യങ്ങളുടെയും ഓപ്പോസിഷൻ ലീഡേഴ്സിനെ പരിശോധിക്കാനും അവരെ നിരീക്ഷിക്കാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ജൂതന്റെയാണ്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഏജൻസി മൊസാദിന്റെ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ ഇന്ത്യയിൽ കളക്ട് ചെയ്യാനായിട്ട്. എല്ലാ ദേശങ്ങളും, എല്ലാ ഭരണകർത്താക്കന്മാരും, ഭരിക്കുന്നവരും മറ്റുള്ളവരുടെ വിവരങ്ങൾ തേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഏജൻസിയാണ് IDF ഓഫീസേഴ്സ്. അവർ IDF-ൽ വർക്ക് ചെയ്യും കുറെ കാലം, പിന്നെ മൊസാദിൽ വർക്ക് ചെയ്യും, പിന്നെ അവർ സ്വന്തമായിട്ട് ഇതുപോലെ കമ്പനീസ് ആരംഭിക്കും. ഈ പറയുന്ന എല്ലാ ദേശങ്ങളുടെയും രഹസ്യം ജൂതനയുടെ. കാരണം ഇവരാണല്ലോ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്ര വർഷങ്ങളായി പറയുന്നു.
കാരണം ഇതിന് മുമ്പിലൊരു പ്രതീക്ഷയില്ല. ഈജിപ്റ്റ് പറയുകയായിരുന്നു, നമുക്കൊരു ആൻറ്റി നേറ്റോ പോലൊരു സംഘടന ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? ആരായി പണിയെടുക്കുന്നത്? 8 മണിക്കൂർ അല്ല, ഈ ക്ലോക്ക് വെച്ചാണ് പല അറബികളും പണിയെടുക്കുന്നത്. ഈ നമ്മൾ ഈ ഖത്തറിലെയും അതുപോലെ UAE ധനികരായിട്ടുള്ള ഇമിഗ്രേഷൻ ഓഫീസർ നമുക്കറിയാം. അവർ 10 മണിക്ക് വരും, 10:30ക്ക് ചായ കുടിക്കാൻ പോകും, 11 മണിക്ക് വീണ്ടും വരും, കിടന്നുറങ്ങും. ഇവരാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. 8 മണിക്കൂർ ജോലി എടുക്കുന്ന ഇവരാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അതോ ഈ പറഞ്ഞ വൈറ്റ് ആൻഡ് വൈറ്റിൽ ഒരു കറ പോലും വീഴാതെ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന അവരാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ഇതെന്ന് പറയുന്നത് ഇത് ഫുട്ബോൾ അല്ല. അത് ഫുട്ബോൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വാടകയ്ക്ക് എടുക്കായിരുന്നു, ഇവിടെ നിങ്ങളൊക്കെ കൊണ്ടുവന്ന് വാടകയ്ക്ക് എടുത്ത് കളിപ്പിക്കായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ പറയുകയാണ് അർജന്റീനയെ വിളിക്കണ്ടെന്ന്. കാരണം എന്തുകൊണ്ടാ അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്ന്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് എനിക്ക് വളരെ പരിതാപകരമാണ് സുഹൃത്തുക്കളെ. കാരണം ലോകം കണ്ടോ, അറബ് ദേശങ്ങൾ പലരും പറയുകയാണ് അറബ് ദേശങ്ങൾ അമേരിക്കക്ക് അടിമപ്പെട്ടു. അതല്ല, അവരുടെ അടിമപ്പെട്ടതല്ല, അതാണ് ശരിയായ ചിന്താഗതി. ജസ്റ്റ് ലേൺ ഫ്രം UAE രാജാവിന്റെ നടപടി അംഗീകരിക്കണം. കാരണം UAE രാജാവ് നീതിമാനായ രാജാവാണ്. ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ നടപടിയാണ് ശരിയായ നടപടി. കാരണം അദ്ദേഹത്തിന് അറിയാം, ഒരു സദാം ഹുസൈനായി മാറും, ഒരു ലിബിയായിട്ട് മാറും, ഒരു സിറിയയായിട്ട് മാറും. മനോഹരമായ ഭൂമിയാണ്. എങ്ങനെയാണ് ഈ പിടിച്ചു നിൽക്കുന്നത്? കാരണം UAEക്ക് വേറെ ഒന്നുമില്ല, എണ്ണയൊന്നും പ്രകൃതിവാതകമൊന്നുമില്ല. അവർക്ക് ഇത് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ, ബിസിനസ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു. പെട്രോ കെമിക്കൽ മേഖലയിൽ ഈ ഇസ്രായേലിന്റെ പെട്രോ കെമിക്കൽ ഓഫ് ഷോർ റിഗിംഗ് ഒക്കെ $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്. ഇസ്രായേൽ ഗ്യാസ് കമ്പനികൾ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് ആരുടെയാണ്? UAE കമ്പനികളുടെയാണ്. ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അന്ന് അറിയായിരുന്നു ഇത് ഈ പറഞ്ഞ ഈ ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി കൊടുത്തിരിക്കുന്നത് ദേശങ്ങൾ തന്നെയാണ്. കാരണം ഇസ്രായേലിൽ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിലെ കാര്യങ്ങൾ പിടിവിട്ട് പോകുന്നു, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വെള്ളത്തിലാകുന്നു ഉറപ്പലായിട്ടുള്ള പല അറബ് ദേശങ്ങളും തന്നെയാണ് ഈ വിവരങ്ങൾ ചോർത്തി കൊടുത്തേ. ശരിക്കും ഈ എന്താ പറഞ്ഞു വെച്ചാൽ ഇത് ഖത്തറിന് ഇവരെല്ലാം കൊടുത്തൊരു പണി തന്നെയാണ്. ഖത്തറിന് ഇവരെല്ലാം ഒരുമിച്ച് വന്നു പറഞ്ഞുകൂടി, അതായത് മന്തി കഴിച്ച് തിരിച്ചുപോയി. കഷ്ടം സുഹൃത്തുക്കളെ. കാരണം അവസ്ഥ ആലോചിച്ചിട്ട്, കാരണം അതുപോലും കൈവിട്ട് പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പുലി അല്ലെങ്കിൽ സിംഹം എന്ന് വിളിക്കുന്ന ഇറാന്റെ അവസ്ഥ പരിതാപകരമാണ്. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല. പറ്റുമെങ്കിൽ ആരെങ്കിലും കുറച്ച് അവിടെ ഒരു വെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ആരെങ്കിലും വെള്ളമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. അതും കഹ നമോ നമഃ.